നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 ജനുവരി 30 അതായത് 1201 മകരമാസം 16 വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:52, സമയം വൈകിട്ട് 6:24. വെള്ളിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 10:30 മുതൽ 12 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് ചെയ്യാറില്ല. ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ മറ്റൊരു പ്രത്യേകത, വെള്ളിയാഴ്ച എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമാണ്. പക്ഷേ സ്ത്രീകൾ, ഗർഭിണികൾ, നാൽക്കാലികൾ ഇവയൊന്നും വെള്ളിയാഴ്ച സാധാരണ സഞ്ചരിക്കാറില്ല. ഇവരൊന്നും തന്നെ, ഗർഭിണികൾ പ്രത്യേകിച്ച്. അപ്രകാരം ബുധനാഴ്ചയും അങ്ങനെയാണ്. ഗർഭിണികളും നാൽക്കാലികളും സ്ത്രീകളും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും സഞ്ചരിക്കാറില്ല. ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വാദശി 12ാമത്തെ തിഥിയാണ്. തിഥി വളരെ ബലവാനായി വരികയാണ്. പൗർണമി അടുത്ത് വരികയാണ്. ഇന്ന് 11:15 വരെ കാലത്ത് ദ്വാദശി തിഥിയും അതിനുശേഷം ത്രയോദശി തിഥിയുമാണ്, 13ാം തിഥിയുമാണ്. തിഥി വളരെ നല്ലതാണ്. വെള്ളിയാഴ്ച ശുഭദിനമാണ്. പക്ഷേ ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല. ഒരു കാര്യം ഒഴിച്ച്, വിദ്യ ആരംഭത്തിന്, വിദ്യാദാനം ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമാണ്. ഹരിശ്രീ കുറിക്കുവാൻ തിരുവാതിര പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അത് ശിവൻ്റെ നക്ഷത്രമാണ്, ദക്ഷിണാമൂർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനാൽ തിരുവാതിര വിദ്യാർപ്പണത്തിന് ഏറ്റവും നല്ലതാണ്. മറ്റൊരു വിഷയത്തിനേക്കും തിരുവാതിര നാം സ്വീകരിക്കാറില്ല. ഇന്നത്തെ ദിനം വല്ല വിദ്യ അഭ്യസിക്കാനോ അല്ലെങ്കിൽ വിദ്യ കുട്ടികൾക്ക് ഹരിശ്രീ കുറിച്ച് കൊടുക്കുവാനോ പറ്റുമെങ്കിൽ 9:30 മുതൽ 9:50 വരെയുള്ള സമയം കാലത്ത് വളരെ അനുകൂലമാണ്. മറ്റൊന്നിനും തിരുവാതിര നക്ഷത്രം നാം സ്വീകരിക്കാറില്ല. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടേവി 7 നാൾ വിതക്കിൽ വിളിയാഭൂമോ യാത്ര പോകിലവൻ വര. യമൻ എന്നാൽ ഭരണി, രുദ്രൻ എന്നാൽ തിരുവാതിര, അഹി ആയില്യം, തൃക്കേട്ട, പൂരം, പുരാണം, പുരുരുട്ടാതി. ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ ഒരു ശുഭകാര്യങ്ങൾക്കും വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാണ്. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രങ്ങളാണ്. അതിനാൽ ഇന്നത്തെ ദിനം സാഹസികമായ വിഷയങ്ങൾക്കും അനുകൂലമല്ല. ഒഴിച്ചുവിടാൻ പറ്റാത്ത വല്ല കാര്യങ്ങളുമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 1:45 മുതൽ 2:30 വരെയുള്ള സമയം അത് സ്ഥിരരാശിയാണ്. അത് അനുകൂലമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇന്നത്തെ നക്ഷത്രം തിരുവാതിരയാകിയാൽ സർപ്പക്ഷേത്ര ദർശനം ഏറ്റവും അഭികാമ്യമാണ്. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ, രാഹുമന്ത്രം. അപ്രകാരം തന്നെ നല്ലൊരു സർപ്പക്ഷേത്രത്തിൽ പോവുക. അവിടെ ആയില്യപൂജ, സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പല ധർമ്മദൈവ സങ്കേതങ്ങളിലും നാഗയക്ഷിയൊക്കെയുള്ള വലിയ കാവുകളൊക്കെ ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതിനാൽ അപ്രകാരമുള്ള സങ്കേതങ്ങളിൽ, നാഗയക്ഷി സങ്കേതങ്ങളുള്ള സ്ഥലത്തൊക്കെ ചെയ്യുന്ന നാഗപൂജ വളരെയധികം വിശേഷപ്പെട്ടതായിരിക്കുമെന്ന് അറിയണം. പ്രത്യേകിച്ച് ഈ മാസങ്ങളിലൊക്കെ തന്നെ ധർമ്മദൈവ പ്രീതി ഏറ്റവും അധികം വരുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസമാണ് എൻ്റെ സുഹൃത്ത്, പയ്യന്നൂരുള്ള സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ നാഗത്തിൻ്റെ ആ പീഠമൊക്കെ ശരിയാക്കി. അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, വളരെയധികം ആത്മസംതൃപ്തി അദ്ദേഹത്തിന് ലഭിച്ചു വരും. സർപ്പപ്രീതി എപ്പോഴും ചെയ്യണം. സർപ്പപ്രീതി അവശ്യമേവ കരണീയം. ആരോഗ്യപുത്രാപ്തിയെ, നല്ല ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി വളരെ നല്ലതാണ്. രാഹുകേതു മന്ത്രങ്ങളും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെച്ച് കഴിഞ്ഞു. അത് പഞ്ചാക്ഷരി മന്ത്രമാണ്. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. നല്ലൊരു സുദിനം നേരുന്നു. നന്ദി, നമസ്തേ.